ഫുട്ബോൾ ലോകത്ത് എന്നും വിസ്മയം തീർത്തവരാണ് ബ്രസീലിയൻ താരങ്ങൾ. പെലെയും റൊണാൾഡോയും റൊണാൾഡിനോയും നെയ്മറുമെല്ലാം ആ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. ഇപ്പോഴിതാ ആ താരനിരയിലേക്ക് പുതിയൊരു താരോദയം കൂടി കടന്നുവരുന്നു. യുവതാരം പെട്രോ ബ്രസീലിയൻ ഫുട്ബോളിന്റെ പുതിയ ആയുധമായി യുവ സ്ട്രൈക്കർ മാറിക്കഴിഞ്ഞു. ബ്രസീലിലെ പ്രമുഖ ക്ലബ്ബായ ഫ്ലുമിൻസിലൂടെയാണ് പെട്രോയുടെ കരിയർ ആരംഭിച്ചത്. അതിവേഗം ശ്രദ്ധ പിടിച്ചുപറ്റിയ ഈ 23 വയസ്സുകാരൻ യൂറോപ്യൻ ക്ലബ്ബുകളുടെയും ബ്രസീലിയൻ ദേശീയ ടീമിന്റെയും ശ്രദ്ധാകേന്ദ്രമായി മാറി. സമീപകാലത്ത് ബ്രസീൽ ദേശീയ ടീമിന്റെ പരിശീലന ചുമതലയേറ്റ കാർലോ അഞ്ചലോട്ടിക്ക് മുന്നിൽ ഈ യുവതാരം പുതിയ സാധ്യതകൾ തുറന്നിടുകയാണ്. നേരത്തെ റിച്ചാർലിസൺ, വിനീഷ്യസ്, റോഡ്രിഗോ തുടങ്ങിയ യുവതാരങ്ങളെ ബ്രസീൽ മുൻനിര നിരയിൽ പരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ബോക്സിനുള്ളിലെ കൃത്യത, ഷോട്ടെടുക്കാനുള്ള കഴിവ്, ഫിനിഷിംഗ് മികവ് എന്നിവയിൽ പെട്രോ വേറിട്ടു നിൽക്കുന്നു. ഇത് അദ്ദേഹത്തെ ഒരു കംപ്ലീറ്റ് സ്ട്രൈക്കറാക്കുന്നു. യൂറോപ്യൻ ഫുട്ബോളിന്റെ ശൈലിക്കിണങ്ങുന്ന താരമാണ് പെട്രോ. കളിയുടെ വേഗത കൂട്ടാനും കൃത്യമായ ഷോട്ടുകളിലൂടെ ഗോൾ നേടാനും പെട്രോയ്ക്ക് സാധിക്കുന്നു. ഇത് നെയ്മർ, കുട്ടീനോ തുടങ്ങിയ താരങ്ങളെപ്പോലെ പന്ത് കാലിൽ വെച്ച് അമാന്തിച്ച് നിൽക്കുന്ന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമാണ്. പെട്രോയുടെ ഈ അറ്റാക്കിംഗ് ശൈലി ബ്രസീലിയൻ ടീമിന്റെ ശക്തി വർദ്ധിപ്പിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ചെൽസിയിലേക്ക് അടുത്തിടെ നടന്ന അദ്ദേഹത്തിന്റെ റെക്കോർഡ് ട്രാൻസ്ഫർ തന്നെ യുവതാരത്തിന്റെ സാധ്യതകൾ എത്ര വലുതാണെന്ന് സൂചിപ്പിക്കുന്നു. ക്ലബ് ലോകകപ്പിലെ അദ്ദേഹത്തിന്റെ പ്രകടനം, പ്രത്യേകിച്ച് ഫ്ലുമിനൻസിനെതിരായ ഇരട്ട ഗോൾ നേട്ടം, ബ്രസീൽ പരിശീലകൻ കാർലോ അഞ്ചലോട്ടിക്ക് മുന്നിൽ ഒരു ശക്തമായ പ്രസ്താവനയായിരുന്നു. ചെൽസിയിലെ അരങ്ങേറ്റം മുതൽ തന്നെ പെട്രോ തന്റെ മികവ് തെളിയിച്ചു. വെസ്റ്റ് ഹാം യുണൈറ്റഡിനെതിരായ പ്രീമിയർ ലീഗ് മത്സരത്തിൽ നേടിയ ഗോൾ അദ്ദേഹത്തിന് ആരാധകരിടയിൽ വലിയ സ്വീകാര്യത നേടിക്കൊടുത്തു. പകരക്കാരനായി ഇറങ്ങിയതിനു ശേഷം ടീമിന് വിജയം സമ്മാനിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. പ്രതിരോധ നിരയെ ഭേദിച്ച് ഗോൾ അടിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ചെൽസിയുടെ ആക്രമണ നിരയ്ക്ക് പുതിയ ഊർജ്ജം നൽകുന്നു. പെട്രോയുടെ പ്രകടനം കേവലം ഗോളുകളിൽ ഒതുങ്ങുന്നില്ല. വേഗതയും മികച്ച ബോൾ കൺട്രോളും കൃത്യമായ പാസുകളും അദ്ദേഹത്തിന്റെ കളിയുടെ സവിശേഷതയാണ്. മുന്നേറ്റ നിരയിൽ ഏത് പൊസിഷനിലും അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കും. ഇത് പരിശീലകനായ കാർലോ അഞ്ചലോട്ടിക്ക് കൂടുതൽ തന്ത്രങ്ങൾ മെനയാൻ അവസരം നൽകുന്നു. പെട്രോയുടെ ഈ മികച്ച പ്രകടനം ബ്രസീലിയൻ ദേശീയ ടീമിനും പ്രതീക്ഷ നൽകുന്നു. യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന അഞ്ചലോട്ടിയുടെ തന്ത്രങ്ങളിൽ പെട്രോയുടെ സാന്നിധ്യം നിർണായകമാകും. വരും കാലങ്ങളിൽ ഈ യുവതാരം ബ്രസീലിയൻ ഫുട്ബോളിന്റെ പുതിയ ആയുധമായി മാറുമോ? കാത്തിരുന്ന് കാണാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?